ഇപ്പൊ ഈ കണ്ട വീഡിയോ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്തോട്ട് പോവുക. അവിടെ ചെന്നിട്ട് നമ്മുടെ ഫ്രണ്ടിലും ബാക്കുമായിട്ട് വണ്ടിയുടെ വീഡിയോസ് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നേരെ പോകുന്ന ശേഷം നമ്മുടെ ക്യാപ്കട്ടിലോട്ടാണ്. ക്യാപ്കട്ടിൽ നമ്മുടെ വീഡിയോസ് രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് വീഡിയോ ഫസ്റ്റ് വീഡിയോയുടെ ബാക്ക് പോർഷനും ലാസ്റ്റ് വീഡിയോയുടെ ഫ്രണ്ട് പോർഷനും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക ഇതുപോലെ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഫോട്ടോ റൂമിലേക്ക് പോവുക. അവിടെ നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുക്കുക. സിമ്പിളാണ്. ഇതുപോലെ തന്നെ രണ്ടെണ്ണത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ പല പീസസ് നമ്മൾ വണ്ടിയുടെ ചെയ്തെടുത്തിട്ടുണ്ട്. പീസസ് കൂടുന്തോറും നമ്മുടെ വീഡിയോയുടെ ലുക്കും കൂടുന്നതായിരിക്കും. അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫോട്ടോയിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ രണ്ടെണ്ണവും നമ്മുടെ ഒബ്ജക്റ്റ് വാനിഷ് ചെയ്ത് കളയാണ്. അപ്പം ഇത് നമ്മുടെ ഫോട്ടോ റൂമിൽ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ക്യാപ്കട്ട് എടുക്കുക, ലെയർ എടുക്കുക, നമ്മുടെ വാനിഷ് ആക്കിയ രണ്ട് ഇമേജുകൾ ഇടുക. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും ആയിട്ട്. അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുത്ത ആ ഒരു വീഡിയോ പിക്ക് അവിടെ ആഡ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന രീതിയിലുള്ള കീ ഫ്രെയിംസ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ടാമത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ എടുത്തതിൻ്റെ പുറത്തായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അവിടെ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. കീ ഫ്രെയിമിന് മുമ്പായിട്ട് നമുക്ക് എല്ലാ പീസുകളും അങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മളെടുത്ത ഗ്ലാസ്, വണ്ടിയുടെ പാനൽ, അങ്ങനെ നമ്മൾ പലതും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ ക്രോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഫോട്ടോ റൂമിൻ്റെ ലോഗോ വരാതിരിക്കാൻ വേണ്ടി. അപ്പം എല്ലാം നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എല്ലാത്തിലും കീ ഫ്രെയിം ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആനിമേഷൻ മേക്ക് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ആനിമേഷനിലും വലിയൊരു പങ്കുണ്ട് നമ്മുടെ വീഡിയോ അടിപൊളിയാവാൻ വേണ്ടി. അപ്പം ഈ ആനിമേഷൻ ശ്രദ്ധിച്ച് ചെയ്യുക, ഒരു ലാഗും വരാത്ത രീതി, കറങ്ങിയും തിരിഞ്ഞൊക്കെ വരുന്ന രീതി നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ആ രീതി തന്നെ നമ്മൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ആനിമേഷൻ്റെ ഇതിൽ കീ ഫ്രെയിമിന് നല്ലൊരു പങ്കുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ വണ്ടി ഫുള്ളായിട്ടുള്ള സ്ക്രീൻഷോട്ട് നമ്മൾ അത് ക്രോപ്പ് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ ആ എടുത്ത ആനിമേഷൻ്റെ അവസാനത്തെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ചെയ്ത എല്ലാ പീസസും നമ്മൾ ചെറുതാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ പീസസ് എല്ലാം നമ്മൾ ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആനിമേഷനാണ് കിട്ടിയത്. വീണ്ടും നമ്മൾ ഓവർലേ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം മൊത്തത്തിലുള്ള എടുക്കുക, അത് ക്രോപ്പ് ചെയ്ത് അതിൻ്റെ ലോഗോ ഒഴിവാക്കുക. അതിനുശേഷം അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക, ഒരു കീ ഫ്രെയിമൊക്കെ വെച്ചതിന് ശേഷം. ഓക്കെ, അതിനുശേഷം അത് കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ ഒരു പോർഷനായിട്ട് നമ്മൾ ഓവർലേ സെലക്ട് ചെയ്യുക. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ എന്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതും നമ്മൾ ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഇതെല്ലാം കളയണം, ലോഗോ എല്ലാം. അപ്പം ഇതും അതുപോലെ നമ്മൾ ക്രോപ്പ് ചെയ്ത് ലോഗോ എല്ലാം കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ബമ്പറൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് വീഡിയോ കാണുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. ഇതും ഗ്ലാസും നമ്മളതുപോലെ ചെയ്തിട്ടുണ്ട്. പീസസ് എല്ലാം വണ്ടിയുടെ മുകളിൽ വെച്ചെന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വെച്ച ആ വണ്ടി മൊത്തത്തിലുള്ള ഒരു ആ പീസ് അല്ലാത്ത രീതിയിലുള്ള മൊത്തത്തിലുള്ള ആ ഒരു വണ്ടി നമ്മൾ ആ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒഴിവാക്കി ആ കട്ട് ചെയ്തതിൻ്റെ കറക്റ്റ് എൻഡിലായിട്ട് തന്നെ വെക്കണം. കറക്റ്റ് എൻഡിൽ തന്നെ വേണം, അതർവൈസ് നമ്മൾ ചെയ്യുന്ന പണിക്കൊരു വൃത്തിയും കാണത്തില്ല. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത പീസസ് ഉണ്ടല്ലോ അതിനെല്ലാത്തിനും ആ എൻഡിൽ വെച്ച് നമ്മൾ ഓരോ കീ ഫ്രെയിമുകൾ ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കീ ഫ്രെയിം വെക്കുക, മൂവ്മെൻറ്റ് കൊടുക്കുക. ഈ കീ ഫ്രെയിം എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിക്കുക. നമ്മളൊരു ആനിമേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ കീ ഫ്രെയിം വെക്കുന്നത്. ഇതിലാണ് എല്ലാം. അപ്പം എല്ലാം നമ്മളിങ്ങനെ ചെയ്യാം. ഇതിനുശേഷം അവസാനമായിട്ട് നമ്മൾ എല്ലാത്തിലും ഓരോ കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഇമേജസ് എല്ലാം ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ചെറുതാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ എടുത്ത ഒരു ഇമേജ് ഉണ്ടല്ലോ അത് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ആ കട്ടിങ്സിൻ്റെ കറക്റ്റ് എൻഡിൽ തന്നെ. എന്നിട്ട് അത് സേവ് ആക്കിയതിന് ശേഷം ആ വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തതിന് ശേഷം ആ ഒരു ആനിമേഷൻ നടക്കുന്നിടത്തായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് സ്പീഡ് കൂട്ടി കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നിട്ട് നേരത്തെ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെടുത്തും എല്ലാം കറക്റ്റ് സ്പീഡാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മോഷൻ ബ്ലറിലേക്കാണ്. മോഷൻ ബ്ലർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സംഭവം കഴിഞ്ഞു. അപ്പം ശരി, ഓക്കെ, ബൈ.